ഈ ഹാപ്പി പട്ടേൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേൺ കാണാൻ പറ്റും. അതായത് അൻഡാസ് അബ്നാപ്ന, ഡൽഹി ബെല്ലി, ഗോ ഗോവ ഗോൺ, ഇപ്പം ഇംഗ്ലീഷ് സിനിമകളായിട്ടുള്ള ജോണി ഇംഗ്ലീഷ്, പിന്നെ നേക്കിഡ് ഗൺ, ഈ ഇടയ്ക്ക് അതിൻ്റെ പുതിയ വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമകളൊക്കെ പോലെയാണ് എന്നായിരിക്കും കൂടുതൽ ആളുകളും പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുന്നവരോട് മേൽപ്പറഞ്ഞ സിനിമകൾ പോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നോ ഈ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഉത്തരം കിട്ടണമെന്നില്ല. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ, അതായത് ഹാപ്പി പട്ടേൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീൻ ഉണ്ട്. അതായത് ഇതിനകത്ത് ഹാപ്പി എന്ന് കേന്ദ്ര കഥാപാത്രം ഒരു ഗൺ അസംബിൾ ചെയ്യുന്ന ഒരു സീൻ. അപ്പോൾ അതിനകത്ത് എല്ലാം അസംബിൾ ചെയ്ത് വെക്കും. ഏറ്റവും അവസാനം നോക്കുമ്പോൾ ട്രിഗർ മാത്രമേ അതിനകത്ത് ഉണ്ടാവില്ല. എനിക്ക് അതാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കാരണം എല്ലാം ഉണ്ട്, പക്ഷെ ട്രിഗർ ഇല്ല. അങ്ങനെയുള്ള ഒരു മിസ്ഫയർ ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഹാപ്പി പട്ടേൽ ഖതർനാക് ജാസൂസ് എന്ന് പറഞ്ഞ സിനിമ. ആക്ച്വലി ഇതൊരു മാഡ് ക്യാപ് കോമഡി ആ രീതിയിൽ വരുന്ന സിനിമയാണ്. ഇതിൻ്റെ ഒരു മൂഡിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഫാക്റ്റാണ്. കാരണം ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം വളരെ വളരെ സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് സിമ്പിളാണ്. തൻ്റെ രണ്ട് അച്ഛന്മാരുടെ കൂടെ ലണ്ടനിൽ ജീവിക്കുകയാണ് നായകൻ. അച്ഛന്മാരെ പോലെ തന്നെ ഒരു സീക്രട്ട് ഏജന്റ് ആവണം എന്നുള്ളതാണ് ഹാപ്പിയുടെ ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ MI7, ഒരു ഓർഗനൈസേഷൻ്റെ പേര് MI7 എന്നാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഈ പടത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ MI7 ഒരു മിഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഒരാളെ അയക്കേണ്ട ഒരു ഘട്ടം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹാപ്പിനെ അയക്കാമെന്നവർ പറയുന്നു. അപ്പോൾ 3 ആഴ്ചത്തെ ട്രെയിനിങ് ആണ് ഹിന്ദി പഠിക്കാനും ഇന്ത്യൻ കൾച്ചർ പഠിക്കാനും ഹാപ്പിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഈ 3 ആഴ്ചത്തെ ട്രെയിനിങ്ങിലൂടെ ഹിന്ദി ഭാഷയും ഇന്ത്യൻ കൾച്ചറും പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഹാപ്പി. തുടർന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ മൂഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ 2-3 സീക്വൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറയുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങനത്തെ സിനിമയാണത്. ഈ മാഡ് ക്യാപ് കോമഡി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്തിരിക്കുന്നത്, തുടക്കത്തിൽ ഒരു വീട്ടിൽ 2 കൂട്ടർ തമ്മിൽ ഒരു ഗൺ ഫൈറ്റ് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനിടയിൽ ഗൺ ഫൈറ്റിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു വേലക്കാരി വരുന്നു. അത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതോടെ നിർത്താൻ പറയുന്നു. എന്നിട്ട് അവിടെ ആ റൂം അടിച്ചു വാരാനുണ്ടെന്ന് പറഞ്ഞ് ചൂലെടുത്ത് റൂം അടിച്ചു വാരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വീണ്ടും ഗൺ ഫൈറ്റ്, ആ രീതിയിലേക്കാണ് പോകുന്നത്. പിന്നെ ആമിർ ഖാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഒരു ക്യാമിയോ, രസകരമായിട്ടുള്ള ക്യാമിയോ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി അടിപൊളിയായിരുന്നു ഈ പടത്തിൽ. പുള്ളിയുടെ ക്യാരക്ടർ വെടിയേറ്റ്, ഇതൊക്കെ സ്പോയിലർ ഒന്നുമല്ല കേട്ടോ. തുടക്കത്തിൽ ഞാൻ 10 മിനിറ്റാണ് പറയുന്നത് ഈ സിനിമയുടെ മൂഡ് എന്താണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി. പുള്ളിക്ക് വെടിയേറ്റു, പുള്ളി സ്വന്തം വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്താൻ നേരത്ത് ഭാര്യ ഈ വെടിയേറ്റ് ഭയങ്കര രക്തമൊക്കെ വരുന്ന ആളെ കണ്ടിട്ട് ഭാര്യ ഉടൻ തന്നെ ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ 2 മക്കളുണ്ട്. 2 മക്കൾ ക്യാരം ബോർഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ 2 മക്കളുടെ മുമ്പിൽ സോഫയിൽ ആമിർ ഖാൻ ഇവിടെ ഇരിപ്പുണ്ട് വെടിയേറ്റിട്ട്. പക്ഷെ ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല. ഇവർ ക്യാരം ബോർഡ് കളിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു മകള് വരുന്നു. ആ മകളാണ് പിന്നെ മോന സിംഗ്, ആ ഒരു ക്യാരക്ടറായിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഈ മകള് കയ്യിൽ നിന്ന് മോതിരം ഊരിക്കൊണ്ട് പോകുന്നു. പപ്പ മരിക്കാൻ വേണ്ടി പോവാണെന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിക്കൊണ്ടൊക്കെ പോകുന്നു. അപ്പൊ ഈ ഒരു മൂഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സിനിമയാണ് വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ടേക്ക് ഇതുപോലുള്ള എത്തരം സീനുകളാണ് ഈ സിനിമയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ഒരു തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നീട് ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ആവുന്ന കഥ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ നായകനായിട്ടുള്ള ഹാപ്പി, പുള്ളി ഒരു ഷെഫും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഈ സിനിമയുടെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ 3 ആഴ്ചത്തെ ട്രെയിനിങ് മാത്രമാണ് ഹാപ്പി പട്ടേലിന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഹാപ്പി പട്ടേൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. ഇപ്പോൾ ഹിന്ദി ഭാഷയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഡ എന്ന് പറയുന്നതും ലോണ്ട എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അർത്ഥം തന്നെ മൊത്തത്തിൽ മാറുമല്ലോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. സിനിമയിൽ ഇങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ക്ലീൻ കോമഡിയൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം ഡബിൾ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആ രീതിയിലും കോമഡീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സബ് ടൈറ്റിലിൽ പുള്ളി തെറ്റിച്ച് പറയുന്ന ആ ഒരു ഇതില്ലേ, ഇപ്പോൾ ടോം എന്നുള്ളത് തും എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ആക്സന്റിലൂടെയൊക്കെ ടോം എന്ന് മാറും. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് അത് ആക്ച്വലി പുള്ളിക്കാരൻ പറയുന്ന ഹിന്ദി അത് ഇംഗ്ലീഷിൽ താഴെ എഴുതി കാണിക്കും. അതുപോലെ താഴെ ഹിന്ദിയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കോമഡി കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇതുപോലുള്ള ഒരു സബ് ടൈറ്റിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദി ഇംഗ്ലീഷ് ഈ ഭാഷ വെച്ചുള്ള ഒരു വേർഡ് പ്ലേ ഉണ്ടല്ലോ, ഈ വേർഡ് പ്ലേ ആദ്യമൊക്കെ രസകരമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് ഇത് റിപ്പിറ്റേറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു കോമഡിക്ക് നമ്മൾ എത്ര തവണ എന്ന് വെച്ചിട്ട് ചിരിക്കുക. അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ടോം എന്ന് പറയുമ്പോഴൊക്കെ ഈ തും എന്ന് ഉദ്ദേശിച്ചാണ് ടോം എന്ന് പറയുന്നത്. അപ്പോൾ ടോം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നെ അവിടെ വന്നിട്ട് എന്നെ വിളിച്ചോ ആ രീതിയിലൊക്കെ അത് പല പല സിറ്റുവേഷൻസിലൊക്കെ വരുന്നുണ്ട്. ചിലതൊക്കെ ഒരു എല്ലോയൽ മൊമെന്റ് ആണെങ്കിൽ പോലും ഇതങ്ങ് മൊത്തത്തിൽ കുറച്ച് കഴിയുമ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതുവരെ ബോളിവുഡിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ബോളിവുഡ് സ്പൈ സിനിമകളെയൊക്കെ ഒന്ന് ട്രോൾ ചെയ്യുക, ആ ഒരു സ്പൂഫ് ആ ലെവലിലൊക്കെയാണ് ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. ചിലതെല്ലാം കൊള്ളായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ വീർദാസ് തന്നെയാണ് ഈ സിനിമയുടെ കഥ എഴുതി അഭിനയിച്ച് ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ 2 പേരിൽ ഒരാൾ പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ സ്റ്റാൻഡപ്പിൽ വർക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വീർദാസ് ഒരു സക്സസ്ഫുൾ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ഈ സ്റ്റാൻഡപ്പിൽ വർക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഒരു സിനിമയിൽ വർക്കാവണമെന്നില്ല. ഇപ്പോൾ ഈ സ്പൂഫ് ജോണറിൽ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മോന സിംഗിന്റെ ക്യാരക്ടർ ആ രീതിയിലേക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ
ഇപ്പോഴും അതെല്ലാം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള, ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ആ ക്യാരക്ടർ മൊത്തത്തിൽ വന്നു പോകുന്നത്. സ്റ്റിൽ രസകരമായിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗണ്ണുണ്ട്, ട്രിഗർ ഇല്ല. ആ ഒരു സീൻ, ആ ഒരു സംഭവമാണ് ഈ സിനിമയുടെ പല സീനുകളും വരുമ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ നായികയുടെ ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നായികയുടെ ക്യാരക്ടർ ഇതിനു മുമ്പ് കട്രീന കൈഫിന്റെ ആ രീതിയിലൊക്കെ ഉള്ളതായിട്ടുള്ള അതിന്റെ ആ ഒരു ലെവലിൽ സ്പൂഫ് അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ നായികയോടനുബന്ധിച്ച് കുറച്ച് സീക്വൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ ആദ്യം രസമായിരിക്കും, പക്ഷെ ഇവർ ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം. അത് നായികയുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഇതിലും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നു. പിന്നെ ഈ നായകൻ അല്ലെങ്കിൽ പടത്തിലെ പ്രധാന കഥാപാത്രം ആരാണാവോ, പിന്നെ വില്ലൻ ആരാണാവോ, ഇവർ തമ്മിലുള്ള ഒരു ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് തന്നെ നമ്മൾ പറയുമല്ലോ. ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു യുദ്ധം എന്നുള്ളത് ഇവർ ആക്ച്വലി ക്ലൈമാക്സ് പോർഷൻ നല്ല രസമായിട്ട് ക്രിയേറ്റീവായിട്ടൊരു സംഭവം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ക്ലൈമാക്സിൽ ഒരു ഇത് തന്നെയാണ്, അതായത് ആര് ജയിക്കും എന്നുള്ളൊരു സംഭവം തന്നെ ഉണ്ട്. പക്ഷെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ രീതിയിലാണ്. ഇത് തുടക്കത്തിൽ കൊള്ളാലോ, നല്ല രസമാണല്ലോ എന്നൊരു സംഭവത്തിലൊക്കെ തുടങ്ങും. പക്ഷെ അവസാനമാകുമ്പോഴേക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും നല്ല സ്റ്റാർട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവർക്ക് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ അറിയില്ല. അതാണ് ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ പറ്റിപ്പോയത്. പിന്നെ ഈ സിനിമയുടെ മൂഡ് ഞാൻ പറഞ്ഞത് ഒരു മാഡ് കാപ്പ് കോമഡി, അത് ആ സിനിമയാണ് കാണുന്നത് ഉള്ളൊരു മൂഡ് സെറ്റിൽ തന്നെയാണ് വന്നത്. ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ജോക്സ് കാര്യങ്ങൾ, വീർദാസിന്റെ ഒരു വലിയ ഫാനാണ് ഞാൻ പുള്ളിയുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ. പുള്ളിയിൽ നിന്ന് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ സ്റ്റാൻഡപ്പിൽ വർക്കാവുന്ന കാര്യങ്ങൾ സിനിമയിൽ വർക്കാവുന്നില്ല, അല്ലെങ്കിൽ പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ അതൊരു പ്രോപ്പറായിട്ടല്ല ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിന്റെ മൂഡ് സെറ്റിംഗ്, അതിന്റെ ഒരു കവർ ഗ്രേഡിങ്, അതിന്റെ DOP, എഡിറ്റിങ്, പിന്നെ കുറച്ച് വിന്റേജ് പാട്ടുകളെല്ലാം ചില സീക്വൻസിൽ വരുന്നുണ്ട്. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് സംഭവങ്ങളെല്ലാം തരുന്നത്. ടെക്നിക്കലി ഒന്നും ഈ പടത്തിൽ കുറ്റം പറയാനൊന്നുമില്ല. ടെക്നിക്കലി സംഭവം സെറ്റാണ്. പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വീർദാസിന്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആക്സെന്റ് ഉണ്ടല്ലോ, അതായത് ഈ ആക്സെന്റ് ആണ് ഈ സിനിമയിൽ ഭൂരിഭാഗം കോമഡികളിലും വരുന്നത്. ഹിന്ദി തെറ്റിച്ച് പറയുന്ന ആ രീതിയിലുള്ള പുള്ളിയുടെ ആ ആക്സെന്റ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. മിഥില പാൽക്കറിന്റെ റോള് അത്യാവശ്യം കൊള്ളായിരുന്നു. മോനാ സിംഗ് ആദ്യമൊക്കെ രസമാണ്, പിന്നെ അങ്ങടേക്ക് പിന്നെ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഷരീബ് ഹാഷ്മിയുടെ ഡാഡി ജോക്സ് ആക്ച്വലി ആദ്യമൊക്കെ രസമായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരിങ്ങനെ ആദ്യം 1-2 തവണ രസകരമായിട്ട് കാണിക്കുന്നത് വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വേറെ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു പെങ്കൊച്ചിന്റെ ക്യാരക്ടർ ഉണ്ട്. ഇങ്ങനെയൊക്കെ അതൊക്കെ കൊള്ളാം. പെർഫോമൻസ് വൈസ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. നല്ല രസമുള്ള തുടക്കമാണ് ഈ പടത്തിനുള്ളത്. പിന്നീട് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി ഈ അല്ലറ ചില്ലറ, അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ജോക്സ് എന്നുള്ള രീതിയിലെല്ലാം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന സെക്കൻഡ് ഹാഫ്, പിന്നെ കൊള്ളാമല്ലോ എന്ന് തോന്നിച്ച് ഓക്കെ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്ന് തോന്നുന്ന ഒരു ക്ലൈമാക്സ്, അങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ആ രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ സിനിമയിലെ ആ വേർഡ് പ്ലേ വെച്ചുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോണ്ട, അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഡാഡി ജോക്സ് കുറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാവാം ഇതിനകത്ത്. അല്ലെ ഒരുപാട് വൾഗറായിട്ട്, അത് മസ്റ്റി ഫോർ ആ രീതിയിലൊക്കെ ഒന്നും ഒരു പോകുന്നില്ല. സർട്ടിഫിക്കറ്റ് ആണെങ്കിലും കുറച്ച് നമുക്ക് ഭയങ്കര ഒരു അഡൾട്ട് ജോക്ക് പറയാം, അല്ലെങ്കിൽ സെക്സ് ജോക്ക് പറയാം, ആ സോണിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങളെല്ലാം നല്ല നൈസായിട്ട് വീർദാസിന്റെ സ്റ്റാൻഡപ്പ് പോലെ തന്നെ നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയുടെ മൂഡ് മാഡ് കാപ്പ് കോമഡി ആണെന്ന് അറിയാം, വീർദാസിന്റെ സംഭവങ്ങളെല്ലാം അറിയാം. ഇതെല്ലാം അറിഞ്ഞ് കണ്ടിട്ട് പോലും ഒരു തൃപ്തികരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ല എനിക്ക് കിട്ടിയത്. അതാണ് സംഭവം. കാരണം എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്ന പടമാണ്. ഈ ജാനുവരിയിൽ റിലീസാവുന്ന പടങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള പടം ഈ പറയുന്ന ഹാപ്പി പട്ടേൽ ഖതർനാക് ജാസൂസ് ആയിരുന്നു. കാരണം നിങ്ങൾ ഇതിന്റെ സ്നീക്ക് പീക്ക് എന്നല്ല, ഇതിന്റെ പ്രൊമോഷണൽ ഇവന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ വരുന്ന വീർദാസും ആമിർ ഖാനും തമ്മിലുള്ള എന്ത് ഹിലേറിയസ് സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് സുനിൽ ഗ്രോവറിന്റെ വെച്ചിട്ട് ഒരെണ്ണം വന്നിരുന്നു, യൂട്യൂബിൽ കാണും. സുനിൽ ഗ്രോവർ ആമിർ ഖാനെ പോലെ സുനിൽ ഗ്രോവറിന്റെ ഒരു ടാലന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രൊമോഷണൽ ആ ഒരു സംഭവങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പടത്തിലേക്ക് വരുമ്പോൾ ആ പ്രൊമോഷണൽ സംഭവങ്ങളിൽ കാണിച്ച ക്രിയേറ്റിവിറ്റി ആ രീതിയിൽ ഇതിനകത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ആൻഡ് വീർദാസ് അത് ഡെലിവറി ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് ഫുള്ളായിട്ട് ആ സംഭവം വരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുണ്ട്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ വരുന്നു. അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് നമുക്കൊരു, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മീഡിയോക്കോർ, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. അതിന്റെ മുകളിലേക്ക് ഈ പടം പൊങ്ങുന്നില്ല. അതാണ് പ്രശ്നം. കാരണം ഇതല്ല ഞാൻ ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓവർ എക്സ്പെക്ടേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻ മേ ബി ആയിരിക്കാം. എന്നാൽ പോലും എനിക്കെന്തോ കുറച്ചുകൂടി ബെറ്റർ ആകാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില സിനിമകൾ നമ്മൾ റിലീസാവുമ്പോൾ അവരുടെ ഒരു PR ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആ സിനിമ പോലെ, അതായത് ഗോഗോവാ ഗോൺ, അല്ലെങ്കിൽ ഡൽഹി ബെല്ലി, അൻഡാസ് അപ്ന, അല്ലെങ്കിൽ ഈ ജോണി ഇംഗ്ലീഷ്, നേക്കഡ് ഗൺ, ഇതൊക്കെ പോലുള്ള സിനിമകൾ പോലെയുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു
ഐ മീൻ ഈ രീതിയിലായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആ സിനിമ പോലെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കുമല്ലോ എന്ന്. പക്ഷേ ഇങ്ങനെയുള്ള സിനിമകൾ ഈ രീതിയിൽ മാർക്കറ്റിംഗ് ഒക്കെ PR മാർക്കറ്റിംഗ് ഒന്നും അധികം കാലം നിലനിൽക്കില്ല. വിതിൻ 2 months ആരും ഓർക്കാത്ത രീതിയിൽ ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു പടമായിട്ട് മാറിപ്പോകും. ഹാപ്പി പട്ടേലും ആ രീതിയിൽ തന്നെ പോകാനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെന്റ്സ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ പോരാ, അതാണ് ഒരു മീഡിയോക്കോർ എക്സ്പീരിയൻസ്. അതാണ് ഹാപ്പി പട്ടേൽ ഖത്തർനാക് ജാസൂസ്.